ഇസ്രയേലിന്റെ ആ ഒരു സഹായം നിലച്ചിരിക്കുകയാണ്. ഇസ്രയേലിലേക്കുള്ള ആയുധ കയറ്റുമതിയിൽ നിയന്ത്രണങ്ങളുമായി ബ്രിട്ടീഷ് ഭരണകൂടം രംഗത്തെത്തി. 350 ആയുധ കയറ്റുമതി ലൈസൻസുകളിൽ 30 എണ്ണവും സസ്പെൻഡ് ചെയ്യണമെന്നാണ് UK വ്യക്തമാക്കുന്നത്. അന്താരാഷ്ട്ര മാനുഷിക നിയമങ്ങൾ ഉയർത്തിപ്പിടിക്കാനാണ് ആയുധ വിതരണം നിർത്തിവെക്കുന്നത് എന്നാണ് US പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ആയുധങ്ങൾ ഇസ്രയേലിന്റെ കയ്യിലെത്തിയാലുള്ള അപകട സാധ്യത മുന്നിൽ കണ്ടുകൂടിയാണ് തീരുമാനം എന്നാണ് ബ്രിട്ടൻ വ്യക്തമാക്കുന്നത്. ഇവിടെ രണ്ടുപേരും രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. ഗസയിൽ പ്രയോഗിക്കുന്ന ആയുധങ്ങൾക്കാണ് ഭാഗിക നിരോധനം ഏർപ്പെടുത്തിയതെന്നും എന്നാൽ F-35 യുദ്ധവിമാനങ്ങളുടെ ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നും വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് ലാമി പാർലമെന്റിനെ അറിയിച്ചിരിക്കുകയാണ്. സൈനിക വിമാനങ്ങൾ, ഹെലികോപ്റ്ററുകൾ, ഡ്രോണുകൾ, ഗ്രൗണ്ട് ടാർഗറ്റിംഗ് സുഗമമാക്കുന്ന വസ്തുക്കൾ എന്നിവയാണ് സസ്പെൻഡ് ചെയ്യപ്പെട്ട 30 ലൈസൻസുകളിൽ വരുന്നത്. അതേസമയം ലൈസൻസുകളിൽ സസ്പെൻഡ് ചെയ്യാനുള്ള തീരുമാനം ആയുധ ഉപരോധം അല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അന്താരാഷ്ട്ര നിയമങ്ങൾക്കനുസൃതമായി ഇസ്രയേലിന്റെ സ്വയം പ്രതിരോധത്തിനുള്ള അവകാശത്തെ UK പിന്തുണയ്ക്കുന്നത് തുടരുന്നതായും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് കമലാ ഹാരിസ്, അവിടുത്തെ സ്ഥാനാർത്ഥിയായിട്ടുള്ള കമലാ ഹാരിസ് ഉൾപ്പെടെ ഇസ്രയേലിനെ പിന്തുണയ്ക്കുന്ന രീതിയിലുള്ള പ്രസ്താവനയൊക്കെ നടത്തിയത്. ജൂലൈയിൽ നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ ലേബർ പാർട്ടി വിജയിച്ചതിന് തൊട്ടു പിന്നാലെ ഇസ്രയേലിലേക്കുള്ള ആയുധ വിൽപ്പനയെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ വിശദീകരിക്കുമെന്നും ലാമി വ്യക്തമാക്കിയിരുന്നു. അന്താരാഷ്ട്ര നിയമങ്ങൾ ഇസ്രയേൽ പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കുമെന്നും ലാമി പറഞ്ഞിരുന്നു. അതേസമയം ഇതെല്ലാം നടക്കുമ്പോൾ തന്നെ ബ്രിട്ടന്റെ തീരുമാനത്തിൽ നിരാശ പ്രകടിപ്പിച്ച് ഇസ്രയേൽ വിദേശകാര്യമന്ത്രി ഇസ്രയേൽ കാറ്റ്സും പ്രതിരോധ മന്ത്രി യോവ് ഗാലറ്റും രംഗത്തെത്തിയിരുന്നു. ഹമാസിനും ഇറാനുമെതിരായ നീക്കങ്ങളിൽ ബ്രിട്ടന്റെ തീരുമാനം ഗുണം ചെയ്യില്ല എന്നായിരുന്നു ഇസ്രയേൽ വിദേശകാര്യമന്ത്രി പറഞ്ഞിരുന്നത്. തീരുമാനത്തിൽ താൻ വളരെയധികം നിരാശനായിരുന്നുവെന്നും യോവ് ഗാലറ്റിന്റെ പ്രതികരണമുണ്ടായിരുന്നു. ഈ ആയുധ കയറ്റുമതി നിയന്ത്രിക്കാനുള്ള UKയുടെ തീരുമാനം വളരെ പ്രധാനപ്പെട്ടതാണെന്ന് ഖത്തർ സർവകലാശാലയിലെ അന്താരാഷ്ട്ര കാര്യ പ്രൊഫസറായ ഹസൻ ബരാരി പറയുന്നത്. അന്താരാഷ്ട്ര സമൂഹത്തിലുള്ളൊരു ഓർമ്മപ്പെടുത്തലാണിത് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ആരെയും വകവയ്ക്കാതെ യുദ്ധം തുടരാൻ കഴിയില്ല എന്ന് ഇസ്രായേലുകളോട് പറയാൻ എന്തെങ്കിലും ചെയ്യേണ്ടത് ആവശ്യമാണെന്നും അങ്ങനെയുള്ളൊരു നടപടിയായി ബ്രിട്ടന്റെ തീരുമാനത്തെ കാണണമെന്നും ഹസൻ ബരാരി വ്യക്തമാക്കിയിരുന്നു. ഹസനും ബ്രിട്ടനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് രംഗത്ത് വന്നത്. എന്നാൽ സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശം എന്ന പേരിൽ ഇസ്രയേൽ ഗസയിൽ കാണിക്കുന്ന ക്രൂരതകളെ വിമർശിക്കുന്ന പ്രസ്താവനകൾ ബ്രിട്ടീഷ് സർക്കാരിൽ നിന്ന് കേൾക്കാറില്ല എന്ന വിമർശനവും അദ്ദേഹം ഉയർത്തുന്നുണ്ട്. US-ഉം ജർമ്മനിയും പോലുള്ള പ്രധാന വിതരണക്കാരെ അപേക്ഷിച്ച് ബ്രിട്ടീഷ് സ്ഥാപനങ്ങൾ താരതമ്യേന ചെറിയ അളവിലുള്ള ആയുധങ്ങളും ഘടകങ്ങളുമാണ് ഇസ്രയേലിന് വിൽക്കുന്നത്. 2022 ഇസ്രയേലിലേക്കുള്ള സൈനിക കയറ്റുമതി $53 ബില്യൺ ആണെന്ന് ഈ വർഷം ആദ്യ സർക്കാർ അറിയിച്ചിരുന്നു. അതേസമയം ആയുധ കയറ്റുമതിയിലെ നിയന്ത്രണം മതിയായില്ലെങ്കിലും UKയുടെ നീക്കം ജാഗ്രതയോടെ സ്വാഗതം ചെയ്യപ്പെടേണ്ടതാണ് എന്നും അന്താരാഷ്ട്ര ആയുധ വ്യാപാരം നിർത്തലാക്കുന്നതിനായി പ്രവർത്തിക്കുന്ന സംഘടനയുടെ അംഗം സ്വാമുൽ പെല്ലെ വ്യക്തമാക്കിയിരുന്നു. അതേസമയം അധിനിവേശിത വെസ്റ്റ് ബാങ്കിൽ ഫലസ്തീൻ പോരാളികൾ നടത്തിയ ആക്രമണത്തിൽ 3 ഇസ്രയേൽ പോലീസുകാർ കൊല്ലപ്പെട്ടിരുന്നു. ഹരിക് ബെൻ എലിയാവു, ഹദാസ് ഫ്രാഞ്ച്, റോണി ഷഗുരി എന്നിവരാണ് കൊല്ലപ്പെട്ടിരുന്നത്. ഗസയിൽ നടക്കുന്ന ആക്രമണങ്ങൾക്കുള്ള സ്വാഭാവിക പ്രതികരണമാണ് എന്നാണ് ഹമാസ് അഭിപ്രായപ്പെട്ടിരുന്നത്. വെസ്റ്റ് ബാങ്കിന്റെ വടക്കൻ മേഖലയിലെ അഭയാർത്ഥി ക്യാമ്പുകളിൽ ഇസ്രയേൽ സേന ബുധനാഴ്ച മുതൽ കനത്ത ആക്രമണം നടത്തുന്നതിനിടെയാണ് പോലീസുകാർ കൊല്ലപ്പെടുന്നത്. 5 ദിവസത്തിനിടെ ജെനിൻ, തുൽക്കറം, ദുബാസ് തുടങ്ങിയ മേഖലകളിൽ 26 ഫലസ്തീനികൾ കൊല്ലപ്പെട്ടിരുന്നു. നിരവധി വീടുകളും അവിടെ കത്തി നശിച്ചിരുന്നു. ഇതിനിടയിൽ ഇസ്രയേൽ കനത്ത ആക്രമണം ഗസയിൽ നടത്തുമ്പോഴാണ് ബ്രിട്ടന്റെ ഈ ഒരു തീരുമാനം എന്ന് പറയുന്നത്.